നോക്കൂ, പൊളിറ്റിക്സ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മൂന്ന് പ്രമുഖ നേതാക്കളെ, സഞ്ജയ് സിംഗ് ആയിക്കൊള്ളട്ടെ, മനീഷ് സിസോദിയ ആയിക്കോട്ടെ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആയിക്കൊള്ളട്ടെ, ജയിലിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവർ ഇന്ന് ജയിൽ മോചിതമാകുമെന്നൊന്നും നമ്മൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ജയിൽ മോചിതമാകാനും പോകുന്നില്ല. PMLA കേസിൽ അങ്ങനെയൊന്നും ഒരു കോടതിയും ജാമ്യം നൽകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിനകത്തും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കാവേരി ബവേജയുടെ മുമ്പിൽ വാദിക്കുന്ന ഘട്ടത്തിൽ റിമാൻഡ് കാലാവധി നീട്ടുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അത് എതിർത്തിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ട് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അരുണിപ്പോൾ പറഞ്ഞ് നിർത്തിയെടുത്തുന്നത് ഞാൻ തുടങ്ങാം. നോക്കൂ, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഘട്ടം ഏതാണ് എന്നുള്ളതാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 239B പ്രകാരം പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നില്ല എങ്കിൽ പ്രസിഡന്റിന് ടേക്ക് ഓവർ ചെയ്യാം എന്നുള്ള ആ ഒരു ക്ലോസിൽ ഡൽഹി സർക്കാരിനെ സ്വാഭാവികമായും പിരിച്ചുവിട്ടുകൊണ്ട് പ്രസിഡന്റ് അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 239B ഇങ്ങനെയാണ് പറയുന്നത്: ഫോർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി പ്രസിഡന്റിന് ടേക്ക് ഓവർ ചെയ്യാം എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു ഫുൾ സംസ്ഥാനമായിട്ടുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 356 ഉപയോഗിക്കേണ്ടതുപോലെ അതുപോലെ അത്രയും ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഈ 239B പ്രകാരം രാഷ്ട്രപതിക്ക് അവിടെ ഭരണം ഏൽക്കാം എന്നുള്ളതാണ്. രാഷ്ട്രപതിക്ക് ഭരണമേൽക്കാം എന്ന് പറയുമ്പോൾ നിയമസഭയെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ മതി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ചോദ്യം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. നോക്കൂ, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്ന് ഭരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ദില്ലി ഒരു രാജ്യ തലസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ട് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി യൂണിയൻ ടെറിട്ടറി പ്രസിഡന്റ് ഏറ്റെടുക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് കരുതേണ്ടത്. ഈ 239 സംബന്ധിച്ച് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ വരുന്നത് വരെ നിയമസഭ സസ്പെൻഡ് ചെയ്യുകയും രാഷ്ട്രപതി ഭരണം ഏറ്റെടുക്കാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. ഇന്ന് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ജയിലിലിരുന്ന് ഭരിക്കാനാകില്ല എന്നാണ്. സക്സേന നിയമോപദേശം എടുത്തിട്ടുണ്ട്. നിയമോപദേശം എടുക്കുന്നതിനാണ് സ്വാഭാവികമായും അക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശവും ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിച്ചു കൂടാ എന്നുള്ളതാണ്. ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു PAL വന്നിരുന്നു. ആ PAL പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ആ PAL തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഭരണഘടനാപരമായി മുഖ്യമന്ത്രിയെ നീക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഡൽഹി ഹൈക്കോടതി കുറച്ച് വിശദമായി ആ വിഷയം കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഡൽഹി ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം ജുഡീഷ്യൽ ഇൻ്റർഫിയറൻസിന് സ്കോപ്പുണ്ടോ എന്നാണ്, ഒരു ചോദ്യമായി ഉയർത്തുകയാണ്. ഞങ്ങൾ ഇന്ന് പത്രത്തിൽ വായിച്ചു ലഫ്റ്റനൻറ്റ് ഗവർണർ വിഷയം പരിശോധിക്കുകയാണ് എന്ന്. അങ്ങനെ ആണെങ്കിൽ വിഷയം രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകും. അതൊരു വ്യത്യസ്ത വിങ്ങാണ്. പ്രായോഗിക ബുദ്ധിമുട്ട് വരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഡൽഹി മുഖ്യമന്ത്രി ജയിലിലിരുന്ന് ഭരിക്കുന്ന കാര്യം ആയിരിക്കാം ഒരുപക്ഷെ ജഡ്ജി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഏതായാലും ലഫ്റ്റനൻറ്റ് ഗവർണർ പ്രസിഡന്റിന് ഗൈഡൻസ് കൊടുക്കാൻ, ലഫ്റ്റനൻറ്റ് ഗവർണറിനോ പ്രസിഡന്റിനോ ഗൈഡൻസ് കൊടുക്കാൻ ഞങ്ങൾ ആളല്ല, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ് പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ കെജ്രിവാളിന് തുടരുന്നതിൽ ലീഗൽ ബാർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ if there is any constitutional failure, the president or governor will act on it എന്ന് ഖണ്ഡിതമായി പറയുന്നുണ്ട് ദില്ലി ഹൈക്കോടതി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ കോടതി രാഷ്ട്രപതിയുടെ ഇടപെടൽ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ വാക്കാലുള്ള പരാമർശങ്ങളിലൂടെ കാണേണ്ടത്. നമുക്ക് ഇവിടെ എന്താ പൊളിറ്റിക്സ് രൂപപ്പെടുന്നത്? ഞാൻ വ്യക്തിപരമായി തന്നെയും ഈ നരേന്ദ്രമോദി ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തമാണോ എന്ന് സംശയിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത് ഒരു ദില്ലി സർക്കാരിനെ മാത്രമല്ല എന്നാണ് കാണേണ്ടത്. ഈ അടുത്ത ദിവസങ്ങളിൽ, ഇപ്പം ഒരു 3-4 ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വടക്കേ ഇന്ത്യയിലെ മുഴുവൻ സർക്കാരുകളെയും BJP ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. 3 സംസ്ഥാനങ്ങളിലെ ഭരണം നമുക്ക് എടുത്തു നോക്കാം. അതിലൊന്നു മാത്രമാണ് ഡൽഹിയിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് സിംഗ്, മനീഷ് സിസോദിയ. അതിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 2 നേതാക്കളും സഞ്ജയ് സിംഗിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി തന്നെ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ
അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി സംസാരിക്കുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ ആയിരിക്കുന്നു എന്നുള്ള ഒരു പാർട്ടി വക്താവിനെ പോലും നിയോഗിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തേത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ സുഖു സർക്കാരിൻ്റെ ഒപ്പമുണ്ടായിരുന്ന 9 MLA-മാരെ ഇതിനകം തന്നെ അടർത്തിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 9 ഇടങ്ങളിലും BJP ജയിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഭൂരിപക്ഷം സീറ്റുകളിൽ BJP ജയിക്കുകയോ ചെയ്താൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് സുഖു സർക്കാരിനെ നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് പഞ്ചാബിലാണ്. ഇന്ന് പഞ്ചാബിലെ ഏക ആം ആദ്മി പാർട്ടി MP BJP-യിൽ ചേർന്ന ദിവസമാണ്. മാത്രമല്ല അവിടെ മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവിടുത്തെ MLA-മാരെ ചാക്കിടാൻ BJP ഇതിനകം തന്നെ ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചാബ് ആയിക്കൊള്ളട്ടെ, ഹിമാചൽ പ്രദേശ് ആയിക്കോട്ടെ, ഡൽഹി ആയിക്കൊള്ളട്ടെ, BJP-യുടെ ഒരു ടോട്ടൽ ഒരു വടക്കേ ഇന്ത്യയെ മുഴുവൻ കീഴടക്കാനുള്ള സ്കീമിലേക്ക് ഈ 3 സംസ്ഥാനങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുക എന്നതിലോ അപ്പുറത്തേക്ക് വടക്കേ ഇന്ത്യയിൽ പൂർണ്ണമായും സ്വാധീനമുണ്ടാക്കുക എന്ന BJP-യുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കീമിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു തിരിച്ചടി ഉണ്ടാകില്ലേ എന്നുള്ള സംശയം നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ്. BJP ഇന്നത്തെ നിലയിൽ അതിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ BJP ലോകത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരുപക്ഷെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ആധിപത്യം നമുക്കറിയാം എന്നതല്ലാതെ ഈ പറയുന്ന ഒരു ബൂർഷ്വാ ജനാധിപത്യത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ എവിടെയും തന്നെയും ഈ തരത്തിലുള്ളൊരു അപ്രമാദിത്വം യഥാർത്ഥത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാവുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ജനാധിപത്യത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയധികം മുഴുവൻ സംവിധാനങ്ങളും കൈപ്പിടിയിൽ ഒതുങ്ങിയ മറ്റൊരു സംവിധാനം ഉണ്ടാവുമോ? നോക്കൂ, ഇവിടുത്തെ മുഴുവൻ വ്യവസായികളും യഥാർത്ഥത്തിൽ BJP-യോടൊപ്പമാണ്. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും ഏത് തരത്തിൽ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചാലും അത് ചാണക്യതന്ത്രമായി വാഴ്ത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് BJP ഒരുപക്ഷെ വടക്കേ ഇന്ത്യയെ പൂർണ്ണമായും കീഴടക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ജർമ്മനി, അമേരിക്ക, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഈ 2 രാജ്യങ്ങളും ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംവിധാനവും യഥാർത്ഥത്തിൽ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാകുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ ഡിപ്ലോമാറ്റിനെ സമൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും നരേന്ദ്രമോദി അതൊന്നും വലിയ തരത്തിൽ ഒരു വിഷയമായി, അതായത് ഒരു ഇൻ്റർനാഷണൽ വിഷയമാകുന്നുണ്ട് എന്ന് കാണുന്നില്ല എന്നുള്ളത്. അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ: നീതിപൂർവമായ അന്വേഷണം, സുതാര്യത, സമയപരിധിക്കുള്ളിൽ ഈ കാര്യങ്ങൾ തീർക്കണം എന്നുള്ള ഈ 3 കാര്യങ്ങൾ. നമുക്കറിയാവുന്നതാണ്, ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തന്നെയും നരേന്ദ്രമോദിക്ക് വിസ അനുവദിക്കാത്ത സാഹചര്യം പോലും. പിന്നീട് നരേന്ദ്രമോദിയെ ആ രാജ്യങ്ങൾ അവരുടെ ഇലക്ട്രൽ പ്രചരണത്തിന് വേണ്ടി പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ എത്ര കണ്ട് ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു സമ്മർദ്ദവും നരേന്ദ്രമോദിക്ക് ഇന്നില്ല എന്നാണ് കാണേണ്ടത്. പക്ഷേ കേവല ഭൂരിപക്ഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം, NDA-യെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ്. നരേന്ദ്രമോദി, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഒരു ഹിന്ദു ബൈനറിയിൽ നരേന്ദ്രമോദിക്ക് ജയിക്കാനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സ്ട്രാറ്റജി സൃഷ്ടിക്കുന്നത്. പക്ഷേ ആ സ്ട്രാറ്റജി സൃഷ്ടിക്കുമ്പോൾ ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമായി നരേന്ദ്രമോദി കരുതുന്നു. കാരണം ഹിന്ദിയിൽ നരേന്ദ്രമോദിയെ അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു വാഗ്ധോരണി സാധ്യമാവുക ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അരവിന്ദ് കെജ്രിവാളിന് മാത്രമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ദില്ലി അസംബ്ലിയിലൊക്കെ തന്നെയും അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന പ്രസംഗങ്ങൾ കഴിഞ്ഞ 2014 എന്ന് ഞാൻ ഓർക്കുന്നില്ല. വാരണസിയിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചത് 14 മത്സരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് 14 നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്ന. ഏതായാലും ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, ഈ സമീപ ദിവസങ്ങളിൽ കാണേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, പഞ്ചാബിൽ അകാലിദളുമായിട്ട് സഖ്യം ചേരാൻ സാധിച്ചിട്ടില്ല, തമിഴ്നാട്ടിൽ DMK-യുമായി സഖ്യം ചേരാൻ സാധിച്ചിട്ടില്ല, ഒഡീഷയിൽ BJD-യുമായി സഖ്യം ചേരാൻ സാധിച്ചിട്ടില്ല, ഹരിയാനയിലെ JJP-യുമായിട്ടുള്ള സഖ്യം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ആകെ സാധ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ആന്ധ്രാപ്രദേശിൽ
നമ്മുടെ TDPയുമായി ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ടത് 0.79 ആകെയുള്ള BJP വോട്ട് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് JDUവായിട്ട് ബീഹാറിൽ സഖ്യം ചേരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള ഇതാണ് പുതിയ 2 മാറ്റങ്ങൾ എന്നത്. ഈ പുതിയ 2 മാറ്റങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും BJPയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അകാലിദളുമായി കർഷക സമരമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ സഖ്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അണ്ണാ DMKയെ സംബന്ധിച്ചിടത്തോളം അവിടെ BJPയുമായി സഖ്യം ചേർന്നതിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ. ഈ സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ 303 നിന്ന് 273 ദൂരം വെറും 30 സീറ്റുകളാണ്. ഈ 30 സീറ്റുകളുടെ ദൂരം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും BJPയും കണ്ടറിയുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇപ്പോൾ എങ്ങനെയാണ് അമേരിക്കയും ജർമ്മനിയും അതുപോലെ തന്നെ ആംനസ്റ്റി ഇൻ്റർനാഷണലും പ്രധാനമായും ഇന്ത്യയിലൊരു സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല നടക്കുന്നതെന്ന് ആശങ്കപ്പെട്ടത്, ആ നിലയിലുള്ള ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അങ്ങനെ നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത രീതിയിലുള്ള അപ്രമാദിത്വം തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബലാത്കാരമായി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ സ്വീകാര്യമല്ലായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ അത് ലോകരാജ്യങ്ങൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തുമായിരിക്കാം, അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു ഹിന്ദു മുസ്ലിം ബൈനറിയിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് ഞാൻ ഈ പറയുന്ന ആഖ്യാനത്തിനും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. EDക്ക് 2 ഉദ്ദേശങ്ങളാണുള്ളത്. 1, ആം ആദ്മി പാർട്ടിയെ അവസാനിപ്പിക്കുക. 2, പുകമറ സൃഷ്ടിച്ച് എക്സ്റ്റോഷൻ റാക്കറ്റ് നടത്തുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ശരത്ചന്ദ്ര റെഡ്ഡി 55 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകി ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതിന് തൻ്റെ കയ്യിൽ തെളിവുണ്ട്. മണി ട്രെയിൽ വ്യക്തമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം 50 കോടി, അത് നേരത്തെ ആം ആദ്മി പറഞ്ഞതാണ്. ഒരു സാക്ഷി 7 സ്റ്റേറ്റ്മെൻറ്റ് നൽകി, അതിൽ 6 തൻ്റെ പേരില്ല, 7ാമത് തൻ്റെ പേര് പറഞ്ഞ് ആ ആളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ് തൻ്റെ കേസ് വാദിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇതിലെ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2025 വരാനിരിക്കുന്നത്. ഈ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ജയിലിൽ കിടക്കുകയാണ് എങ്കിൽ ആം ആദ്മി പാർട്ടിയെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് BJP വിചാരിക്കുകയാണ്. നോക്കൂ, അത് വളരെ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ പിന്നെ നമ്മൾ ജനാധിപത്യത്തിലൊന്നും ഓരോ അർത്ഥവും കാണേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJPയുടെ പ്ലാൻ വളരെ ക്ലിയറായി വരികയാണ്. 1, നിയമസഭ സസ്പെൻഡ് ചെയ്യും. 2, രാഷ്ട്രപതി ഭരണം അവിടെ വരാൻ പോകുന്നു. അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെ നിലപാടെടുത്തു കഴിഞ്ഞാലും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ജയിലിൽ തുടരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ആരെങ്കിലുമൊക്കെ അക്കാര്യത്തിന് അതിനെതിരായി നിലപാടെടുത്താൽ അതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കാൻ പോകുന്നില്ല. മുൻകാലങ്ങളിൽ നരേന്ദ്രമോദിയെ ബാധിച്ചിട്ടില്ല. 3 സംസ്ഥാനങ്ങൾ, ഹിമാചൽ, ദില്ലി, പഞ്ചാബ്, ഈ 3 സംസ്ഥാനങ്ങളാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദമാക്കുക. ആ നിശബ്ദമാക്കുന്നതിലൂടെ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാത്ത രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി ജയിച്ചു വരിക. ശരി. Meet the editors.